നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുവന്ന കൊടി ഉയർത്തി ഇറാന്റെ യുദ്ധപ്രഖ്യാപനം. ടാങ്കുകളും പോർ വിമാനങ്ങളും തയ്യാറാക്കി ജൂതപ്പട. പടക്കപ്പലുകൾ അയച്ച് ഉരുക്കുകോട്ട തീർത്ത അമേരിക്ക കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നു. CIA തലവൻ ഇസ്രയേലിൽ. ഗൾഫ് മേഖലയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തിയ അമേരിക്കയും സർവ്വസന്നാഹമൊരുക്കുന്നതോടെ ഭീതിയുടെ മണിക്കൂറുകളെന്ന് ലോകരാജ്യങ്ങൾ. ഒളിഞ്ഞും മറഞ്ഞും ഇറാൻ ആയുധങ്ങൾ എത്തിക്കാൻ റഷ്യയും ചൈനയും. പുറത്തുനിന്ന് യുദ്ധം കൊഴുപ്പിക്കാനാണ് ചൈന-റഷ്യ നീക്കം. അവർക്കും വേണ്ടത് ഒരു ഘോര യുദ്ധമാണ്. ഇറാനുമായി യോജിച്ചു നിൽക്കുന്ന പ്രാദേശിക സായുധ ഗ്രൂപ്പുകളും ഇസ്രയേലിനെതിരെ യുദ്ധമെന്ന് ഉറപ്പിക്കുകയാണ്. കയറി അടിക്കണമെന്നാണ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ ഇത് നിർത്താൻ പോകുന്നില്ല. ഇനി ഇറാനിയൻ ഉദ്യോഗസ്ഥരെ രാജ്യത്ത് കയറി ഇസ്രയേൽ പരസ്യമായി കൊന്നു തള്ളും. ആ ഗതി ഉണ്ടാക്കി വെക്കരുത്, ജൂതരെ തീർത്തു കെട്ടണമെന്ന് കട്ടായം പറഞ്ഞ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള. ഏതു നിമിഷവും ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിരുന്നു. ഇറാൻ ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത്. ഹനിയയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ ബോഗ്ദനോവ് വിശേഷിപ്പിച്ചത്. കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെ കുത്തിയിളക്കി യുദ്ധക്കളത്തിൽ എത്തിക്കേണ്ടത് ഇപ്പോൾ ഹിസ്ബുള്ള ഹൂതി സഖ്യങ്ങളുടെ ആവശ്യമാണ്. കാരണം ഭീകര സംഘങ്ങളുടെയൊക്കെ തലവന്മാരുടെ തലകൾ എണ്ണിയാണ് മൊസാദ് തീർത്തു കെട്ടിക്കൊണ്ടിരിക്കുന്നത്. മൊസാദ് എപ്പോൾ വാതിലിൽ മുട്ടും എന്ന ഭയത്തിലാണ് ഭീകര സംഘങ്ങളുടെ നേതാക്കളെല്ലാം. ഇറാൻ യുദ്ധം തുടങ്ങിവെച്ചാൽ ഇസ്രയേലിന്റെ ശ്രദ്ധ അവിടെ പതിയും. ഇതോടെ മൊസാദിന്റെ കണ്ണ് വെട്ടിച്ച് മറ്റു സുരക്ഷിത താവളം തേടാമെന്ന ആശ്വാസം. ഇതിപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് പുറത്തിറങ്ങാൻ പേടി. തല പുറത്തിട്ടാൽ ചിതറിക്കാൻ മൊസാദ്. ഇറാനും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല. കാരണം ഭയമാണ്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അതിൻ്റെ ശക്തമായ അടിയുടെ വേദന കാലങ്ങളോളം നിലനിൽക്കുമെന്ന് ഇറാന് വ്യക്തമായി അറിയാം. അമ്മാതിരി അടികളൊക്കെ ഇറാന് കിട്ടിക്കഴിഞ്ഞല്ലോ. എന്നാൽ തിരിച്ചടിക്കാതിരിക്കാനും കഴിയാത്ത സ്ഥിതി. കാരണം ഹമാസ് തലവനെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ചിറകിനടിയിൽ നിന്നാണ് തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയത്. ഇറാൻ ഉള്ളിൽ കയറിയാണ് തീർത്തത്. ഇതിനോളം വലിയ നാണക്കേട് ഇനി ഇറാന് വരാനില്ല. തുടർന്ന് ഇറാന്റെ എത്രയോ തലകളാണ് മൊസാദും ഇസ്രയേലും തീർത്തു കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം നടന്നില്ലെങ്കിൽ അത് ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാക്കും, ഭരണകൂടത്തിന് വലിയ നാണക്കേടാകും എന്ന തീരുമാനത്തിലാണ് ആയത്തുള്ള അലി ഖമേനി. എന്നാൽ അടിക്കാൻ ഒരു 100 തവണ ആലോചിക്കുന്നുമുണ്ട്. മൊസാദ് തന്നെയാണ് എല്ലാവരുടെയും ഭയത്തിന് കാരണം. ഒരു തവണ മൊസാദ് സ്കെച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തീർത്തു കെട്ടുമെന്ന് ഈ സംഘങ്ങൾക്കെല്ലാം കൃത്യമായി അറിയാം. ആദ്യം അവരുടെ വീടുകളിലേക്ക് ഒരു കത്താണ് എത്തുക. അതിൽ വിശദമായി പറയും, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഇന്ന പാതകങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതിനാൽ അയാളെ ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് ഭീകരാക്രമണത്തിൽ തങ്ങളുടെ അത്ലറ്റുകളെ കൊന്ന കേസിൽ പ്രതികളായ PLOക്കാരുടെ വീടുകളിലേക്ക് ഒക്കെ ഇതുപോലത്തെ മരണ വാറന്റ് എത്തിയിരുന്നു. രഹസ്യമായി കൊല്ലുന്ന സംഘടനയല്ല ഇസ്രയേൽ ചാരസംഘമായ മൊസാദ്. ചെയ്യാൻ പോകുന്നത് പരസ്യമായി പറയും. ഇങ്ങനെ മൊസാദിന്റെ മരണ വാറന്റ് കിട്ടിയ മ്യൂണിച്ച് ഭീകരാക്രമണ കേസിലെ പലസ്തീൻ ഭീകരർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. 1, 2, 3 എണ്ണി നമ്പറിട്ട് കൊല്ലുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് മൊസാദ് ചെയ്യുന്നത്. ഭീകര സംഘങ്ങളുടെയൊക്കെ നേതാക്കളെ തേടിപ്പിടിച്ച് തലകൾ എണ്ണിയാണ് തീർക്കുന്നത്. വിഷസൂചിയായി, വിഷപുഷ്പമായി, മിസൈലായി, പെൻ ബോംബായി, അങ്ങനെ പല രീതിയിലുള്ള കൊലകളാണ് മൊസാദ് നടത്തുന്നത്. മ്യൂണിച്ച് ഭീകരാക്രമണ കേസിലെ പ്രതികളെ മൊസാദ് എങ്ങനെ കൊന്നുവെന്ന് കാണിക്കുന്ന സ്റ്റീവൻ സ്പിൽബർഗിന്റെ മ്യൂണിച്ച് എന്ന സിനിമയൊന്ന് വേണ്ട. ജർമ്മനിയിലെ മ്യൂണിച്ച് നഗരത്തിൽ നടന്ന ഒളിമ്പിക്സിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പലസ്തീൻ ഗറില്ല സംഘടന നടത്തിയ ആക്രമണത്തിൽ 11 ഇസ്രയേലി കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. രാഷ്ട്രം ഒന്നടങ്കം വിതുമ്പിയ നിമിഷം.
പക്ഷേ തങ്ങളുടെ ജനതയുടെ കണ്ണീരുണങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യുകയായിരുന്നു. ഇസ്രയേലി പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡോ മേയറിന്റെ തീരുമാനമായിരുന്നു അത്. അങ്ങനെയാണ് മ്യൂണിച്ച് ആക്രമണത്തിലെ മുഴുവൻ ഭീകരരെയും മൊസാദ് വേട്ടയാടിക്കൊന്നത്. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘടനയെ എന്ത് വില കൊടുത്ത് നശിപ്പിക്കുമെന്ന പ്രധാനമന്ത്രി ഗോൾഡോ മേയറിന്റെ അന്നത്തെ പ്രതിജ്ഞ അതുപോലെ നടപ്പാക്കപ്പെട്ടു. അതുപോലെ ഒരു പ്രതിജ്ഞയാണ് ഇസ്രയേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി വെടിവെച്ചും കുത്തിയും ബലാത്സംഗം ചെയ്തും 1000-ഓളം പേരെ കൊല്ലുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്നായിരുന്നു ആ പ്രതിജ്ഞ. ഇസ്രയേൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പാതാളത്തിൽ പോയിരുന്നാലും മൊസാദ് അവരെ തീർത്തിരിക്കും. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ്. ഹമാസ് നേതൃത്വത്തിലെ ഒരാൾ ഒഴിച്ചുള്ള പ്രമുഖരെ എല്ലാം മൊസാദ് കൊന്നു തള്ളിക്കഴിഞ്ഞു. നേരിട്ടുള്ള യുദ്ധത്തിൽ 10,000-ലേറെ ഹമാസ് ഭീകരരാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ കയ്യാൽ ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയുടെ 100-ഓളം കമാൻഡർമാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹമാസ് തുടങ്ങിവെച്ച ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരിലേക്ക് എത്തിയിരിക്കുന്നത്. ഹമാസിന്റെ റോള് കഴിഞ്ഞു. ഇനി ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇറാനാണ്. 1948-ൽ യുദ്ധത്തിലേക്ക് പിറന്നു വീണ ഇസ്രയേലിന് പക്ഷേ യുദ്ധം ചെയ്യാതെ വയ്യ. കാരണം ആയുധം താഴെ വെച്ചാൽ അവർ തീരും. ശത്രുക്കളുടെ നടുക്കാണ് ഇസ്രയേൽ ജീവിക്കുന്നത്. ആ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് മൊസാദ് എന്ന തങ്ങളുടെ ചാരസംഘടന. ഏതറ്റം വരെയും പോയും തങ്ങളുടെ രാജ്യത്തിന് എതിരായി നിൽക്കുന്ന ഭീകര സംഘങ്ങളുടെ തലവന്മാരെയെല്ലാം മൊസാദ് കൊന്നൊടുക്കും. ഒരു തലവൻ പോയാൽ 100 തലവന്മാർ വരുമെന്ന് ഹിസ്ബുള്ളയും ഹമാസും ഹൂതി സംഘങ്ങളും എല്ലാം ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഇവരിറക്കിയ തലകളെയെല്ലാം തന്നെ മൊസാദ് കൊയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേലിന് നേരെ വാളെടുത്തിരിക്കുന്നത് ഇറാനാണ്. ഇറാന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ അല്ല കൊന്നു തള്ളുമെന്ന് മൊസാദ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ തന്നെ തീർക്കുമെന്നാണ് മൊസാദിന്റെ പ്രഖ്യാപനം. ഇതോടെയാണ് ഇറാൻ ഇപ്പോൾ യുദ്ധത്തിന് കാഹളം മുഴക്കിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധം നടന്നു പോയാൽ പശ്ചിമേഷ്യ നിന്ന് കത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.